അപ്പൊ നമുക്ക് ആരംഭിക്കാം. നമ്മൾ ഭഗവത്ഗീതയാണ്, ഭഗവത്ഗീതയിലെ ക്വിസ്സാണ്. മറ്റ് ക്വിസ്സുകളിൽ നിന്നും ഭഗവത്ഗീത ക്വിസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരിക്കലും ഒരു ക്വിസിന്റെ സാധ്യത ഭഗവത്ഗീതയിൽ ഇല്ല. അത് വളരെ വിസ്തരിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷേ അതിനെ ക്വിസിന്റെ ഭാവത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 4 ഓപ്ഷനും ചിലപ്പോൾ ശരി ഉത്തരത്തോട് അടുത്ത് നിൽക്കുന്ന ഓപ്ഷനുകളായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെ തിരഞ്ഞെടുക്കും? ഏറ്റവും ശരിയായത് അല്ലെ, ശരി ഉത്തരത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഉത്തരത്തിനാണ് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ധൈര്യത്തോടെ ഭഗവത്ഗീത ക്വിസിലേക്ക് കടക്കാം. ഇത് കാണാനിരിക്കുന്ന ഒത്തിരി പേർക്ക് ഇത് പ്രചോദനമാവും എന്നതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഭഗവത്ഗീത പ്രശ്നോത്തരിയായ വജ്രവ്യൂഹത്തിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യം ആരോടാ? AKNM, MAM, HSSനോടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഇതാ. കർമ്മം കൊണ്ട് മോക്ഷപ്രാപ്തി നേടിയ ഒരു വ്യക്തിയെ ഭഗവത്ഗീതയിൽ ഉദാഹരിക്കുന്നുണ്ട്. പേര് പറഞ്ഞ കൃഷ്ണൻ ഉദാഹരിക്കുന്നുണ്ട്. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ആരൊക്കെയാണ് അത്? 1 A ശ്രീകൃഷ്ണൻ, B ജനകൻ, C ശ്രീശുകൻ, D വേദവ്യാസൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. B ജനകൻ. 30 എന്ന് വന്ന ആദ്യ സെക്കൻഡിൽ ഉത്തരം പറഞ്ഞു. അത്ര ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണോ? പിന്നെ ഒന്നും ആലോചിക്കണ്ട. ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ശ്രീശുകൻ അങ്ങനെയായിരുന്നു. വേദവ്യാസൻ കർമ്മത്തിന്റെ മഹാജ്ഞാനിയായ വ്യക്തിയാണ്, കർമ്മം അറിഞ്ഞ ആളാണ്. ജനകനാണ്. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാം. ഓപ്ഷൻ B ജനകൻ. നോക്കാം ശരിയാണോ ഉത്തരം എന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടോ? ശരിയാണോ? ഇത് പഠിച്ചിരുന്നോ? വായിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഓപ്ഷൻ B ശരിയായ ഉത്തരമാണോ എന്ന്. യെസ്, ശരി ഉത്തരമാണ്. ഏതാ ഭാഗം ഓർമ്മയുണ്ടോ? കർമ്മണ്യേവഹി സംസിദ്ധിമാസ്തിത ജനകാദയഃ എന്ന ഭാഗത്തു നിന്നാണ് ഈ ചോദ്യം വന്നത്. നിങ്ങൾക്ക് 10 മാർക്ക്. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഭഗവത്ഗീതയിൽ നിന്നും തിരഞ്ഞെടുത്തു കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ ചോദ്യങ്ങൾ ഇതാ. ഒന്നാമത്തെ ചോദ്യം വരുന്നു. ഭഗവത്ഗീതയിൽ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിൽ ക്ഷേത്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ക്ഷേത്രം എന്ന പദം പല അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ക്ഷേത്രം എന്ന പദം ഏതർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ A ബുദ്ധി, ഓപ്ഷൻ B ശരീരം, ഓപ്ഷൻ C വയൽ, ഓപ്ഷൻ D ജീവൻ. അപ്പൊ നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. നിങ്ങൾ ലോക്ക് ചെയ്തോളൂ. ഓപ്ഷൻ B ശരീരം. ഓപ്ഷൻ B ശരീരം ഉറപ്പാണ്? ലോക്ക് ചെയ്തേക്കാം. അപ്പൊ നമ്മൾ ലോക്ക് ചെയ്യുന്നു. ഓപ്ഷൻ B ശരീരം. ക്ഷേത്രത്തിന് പല അർത്ഥങ്ങളുണ്ട് അല്ലെ? സംസ്കൃത ഭാഷയുടെ ഒരു 3-ാം അധ്യായത്തിൽ ശരീരം കൗന്ദേയ ക്ഷേത്രമത്യഭിധീയതേ. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. നോക്കാം അതാണോ ശരി ഉത്തരം എന്ന് നോക്കാം. നിങ്ങൾ പറഞ്ഞതാണോ എന്ന് നോക്കാം. യെസ്, 10 മാർക്ക്. ഒന്നാമത്തെ ചോദ്യത്തിന് 10 മാർക്ക്. ക്ഷേത്രത്തിന് വയൽ എന്ന അർത്ഥമുണ്ട്. ഇതില് ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ശരീരം എന്നാണ് അർത്ഥം. നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരം തപ. ഭഗവാന്റെ വിശ്വരൂപം ഏതുപായം കൊണ്ടാണ് ദർശിക്കുവാൻ സാധിക്കുന്നത് എന്നാണ് ഭഗവത്ഗീതയിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്? ഓപ്ഷൻ A യജ്ഞം കൊണ്ട്, ഓപ്ഷൻ B തപസ്സുകൊണ്ട്, ഓപ്ഷൻ C ദാനം കൊണ്ട്, ഓപ്ഷൻ D ഭക്തി കൊണ്ട്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ D ഭക്തി കൊണ്ട്. ഓപ്ഷൻ D ഭക്തി കൊണ്ട്. എല്ലാത്തിനും ഈ ആദ്യത്തെ സെക്കൻഡിൽ ഉത്തരം പറയുക എന്നുള്ളത് ഇവരുടെ ഒരു തന്ത്രമാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങ് ലോക്ക് ചെയ്തേക്കാം. യജ്ഞം കൊണ്ട്, തപസ് കൊണ്ട് തുടങ്ങിയ ഓപ്ഷനിലേക്കൊന്നും പോകുന്നില്ല. അപ്പോ ഇവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ലോക്ക് ചെയ്യാണ്. ഓപ്ഷൻ D ഭക്തി കൊണ്ട്. നോക്കാം. ഭഗവാന്റെ വിശ്വരൂപമാണേ മനോഹരമായ, ഈ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തുന്ന ഭഗവാന്റെ വിശ്വരൂപം. ശരിയായ ഉത്തരമാണോ എന്ന് നോക്കാം. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ D ഭക്തി കൊണ്ട് ഭഗവാനിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം. ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യത്തെ. ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴും ആത്മാവ് ഒന്നിനാലും ലിപ്തനാവാത്തത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻ A അസാധാരണത്വം കൊണ്ട്, ഓപ്ഷൻ B സർവജ്ഞത്വം കൊണ്ട്, ഓപ്ഷൻ C നിർഗുണത്വം കൊണ്ട്, ഓപ്ഷൻ D സാത്വിക ഭാവം കൊണ്ട്.
നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. നിർഗുണം. പറഞ്ഞു. ഓപ്ഷൻ സി നിർഗുണത്വം കൊണ്ട്. ഓപ്ഷൻ സി നിർഗുണത്വം കൊണ്ട്. ഈ ചോദ്യത്തോട് ഉത്തരത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് ഇതിൽ പലതും. പക്ഷെ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് ലോക്ക് ചെയ്ത് നോക്കാം, ശരിയാണോ എന്ന് നോക്കാം. ഓപ്ഷൻ സി നിർഗുണത്വം കൊണ്ട്. അസാധാരണത്വം, സർവജ്ഞത്വം ഇതൊന്നും അല്ലാന്നാണോ തോന്നുന്നത്? ശരി, ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ലിപ്തനാവാത്തത്, അതിനാൽ ബാധിക്കപ്പെടാത്തത്? നോക്കാം. ശരിയായ ഉത്തരം നിർഗുണത്വം കൊണ്ട്. 10 മാർക്ക്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഭഗവാന്റെ വിശ്വരൂപ ദർശനം വിവരിക്കുന്ന ഈ വാക്യം ആരുടേതാണ്? ഭഗവത്ഗീതയിൽ പലർ സംസാരിക്കുന്നുണ്ട്, അതിൽ ഈ വാക്യം ആരുടേതാണ്? ഓപ്ഷൻ എ ധൃതരാഷ്ട്രൻ, ഓപ്ഷൻ ബി സഞ്ജയൻ, ഓപ്ഷൻ സി അർജുനൻ, ഓപ്ഷൻ ഡി കൃഷ്ണൻ. ഇതിലേതാണ് ഉത്തരം? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. അങ്ങനെ ആലോചിച്ച് വേഗം പറയൂ. ഓപ്ഷൻ ബി സഞ്ജയൻ. എന്താ അങ്ങനെ ഉറപ്പിക്കാൻ? അല്ല, ദർശയമാസ ഭാർത്തായ എന്ന് പറയുമ്പോൾ അർജുന ശരിയായിരിക്കാം. നോക്കാം, നമുക്ക് എന്തായാലും ഇപ്പൊ ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഓപ്ഷൻ ബി സഞ്ജയൻ ലോക്ക് ചെയ്യുന്നു. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ദർശയമാസ പാർത്തായ ഇത് ദർശിച്ചുകൊണ്ട് പാർത്ഥൻ, അതായത് പാർത്ഥൻ എന്ന് പറഞ്ഞ അർജുനനാണല്ലോ, രൂപം ഐശ്വര്യം. അതായത് അപ്പൊ സഞ്ജയനാണ് ധൃതരാഷ്ട്രന് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് അർജുനന്റെ ശ്ലോകം ആവില്ല, അത് കൃഷ്ണൻ തന്നെ പറയുന്നതായിക്കൂടെ, അത് ധൃതരാഷ്ട്രന് പറയുന്നതായിക്കൂടെ? നോക്കാം, നമുക്ക് എന്താ ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി സഞ്ജയൻ ശരി ഉത്തരം. ഞാനും അവിടെ വിചാരിച്ചിരുന്നു ഇനി ഇത് അർജുനനാണോ, അപ്പൊ നിങ്ങൾ അതിനെയൊക്കെ നിരാകരിച്ചു. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നിങ്ങളുടെ അടുത്ത ചോദ്യം. നസഭൂയോഭിജായത്തെ. ആരാണ് വീണ്ടും വീണ്ടും ജന്മം സ്വീകരിക്കാത്തത്? ഓപ്ഷൻ എ കർമ്മസ്വരൂപം അറിഞ്ഞവൻ, ഓപ്ഷൻ ബി ഭക്തിയോഗം ശീലിച്ചവൻ, ഓപ്ഷൻ സി സ്വർഗം പ്രാപിച്ചവൻ, ഓപ്ഷൻ ഡി പ്രകൃതിയെയും പുരുഷനെയും അറിയുന്നവൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി പുരുഷനെയും പ്രകൃതിയെയും അറിയുന്നവൻ. ഓപ്ഷൻ ഡി, അത് കർമ്മസ്വരൂപം അറിഞ്ഞവനല്ലേ? ഉറപ്പ്? ധൈര്യപൂർവം ഓക്കെ. തെറ്റിയാൽ അല്ല, തെറ്റില്ല. ഇല്ല. ശരി, അപ്പൊ നമ്മൾ ഓപ്ഷൻ ഡി ലോക്ക് ചെയ്യുന്നു. നോക്കാം, ശരിയാവണേ, ശരിയാവണേ അല്ലേ? എന്താവും? ഈ ഓപ്ഷനിൽ 4 സമാനതയുണ്ടായിരുന്നു അല്ലെ? കർമ്മസ്വരൂപം അറിയുന്നവനാണോ, അങ്ങനെ സമാനത ഉണ്ടായിരുന്നു. പക്ഷേ ഭഗവത്ഗീതയിൽ കൃത്യമായി പറയുന്നു പ്രകൃതി പുരുഷ സ്വഭാവം അറിയുന്നവനാണ് വീണ്ടും ജനിക്കാത്തവൻ എന്ന് പറയുന്നു. അതുകൊണ്ട് അതിൽ സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല, കൃത്യമായി നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. വാക്യവും അത് തന്നെയായിരുന്നു. 10 മാർക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 4ാമത്തെ ചോദ്യം. വിശ്വരൂപത്തിൽ പ്രകാശിച്ചു കാണുന്ന ഭഗവാന്റെ സ്വരൂപം കാണുവാൻ അർജുനന് ലഭിച്ച സിദ്ധി എന്താണ്? ഓപ്ഷൻ എ ദിവ്യായുധങ്ങൾ, ഓപ്ഷൻ ബി തിരസ്കരണി, ഓപ്ഷൻ സി ചിരഞ്ജീവിത്വം, ഓപ്ഷൻ ഡി ദിവ്യചക്ഷുസ്. ഏതാണ് ഇതിൽ ഓക്കേണ്ടത്? നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ദിവ്യചക്ഷുസ്. ഓപ്ഷൻ ഡി ദിവ്യചക്ഷുസ് ശരിയായ ഉത്തരമായിരിക്കുമോ? ഉറപ്പ്? ധൈര്യപൂർവ്വം ലോക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഓപ്ഷൻ ഡി ദിവ്യചക്ഷുസ് ലോക്ക് ചെയ്യാം. അതിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? ദിവ്യായുധങ്ങൾ കൊണ്ടാണോ ഭഗവാനെ കണ്ടത്? ആ ഭാഗം ഏതാന്ന് ഓർമ്മയുണ്ടോ? അത് ദിവ്യചക്ര തരാമെന്ന് പറയുന്നുണ്ട്. ശ്ലോകം പഠിച്ചില്ല? ലോകം നോക്കാം, നമുക്ക് ശരിയാണോ നോക്കിയിട്ട് നമുക്ക് ശ്ലോകത്തെ കുറിച്ച് ആലോചിക്കാം അല്ലെ? ശരി, നമുക്ക് ശരിയാണോ ഉത്തരം എന്ന് നോക്കാം. ദിവ്യചക്ഷുസ് ശരിയായ ഉത്തരമാണ്. എന്തായിരുന്നു ശ്ലോകത്തിന്റെ സന്ദർഭം? ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വരം. അങ്ങനെയായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നിശ്രേയസകരാവുഭൗ. ഭഗവത്ഗീത അനുസരിച്ച് മോക്ഷ സാധനങ്ങളായ ഉഭൗ 2 മാർഗങ്ങൾ ഏതൊക്കെയാണ്? വേദാധ്യയനവും യാഗങ്ങളും, ഓപ്ഷൻ ബി കർമ്മസന്യാസം കർമ്മയോഗം, ഓപ്ഷൻ സി അകർമ്മം വികർമ്മം, ഓപ്ഷൻ ഡി ധർമ്മം അർത്ഥം. നമ്മുടെ സമയം
ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി കർമ്മസന്യാസം കർമ്മയോഗം. കർമ്മസന്യാസം കർമ്മയോഗം. കർമ്മം വികർമ്മം ആധ്യായത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്. വേദാധ്യയനങ്ങൾ യാഗങ്ങൾ 2 സാധ്യതകളാണ്. അല്ല. അപ്പൊ ശരി, നമ്മൾ ലോക്ക് ചെയ്യുന്നു. ബി കർമ്മസന്യാസം കർമ്മയോഗം. തെറ്റിയാൽ നിങ്ങൾക്ക്, കിട്ടിയാൽ എനിക്ക്, അല്ലേ? എനിക്കൊരു 10 മാർക്ക് വരട്ടെ. നോക്കാം ശരിയാണോ എന്ന് നോക്കാം. കർമ്മസന്യാസം കർമ്മയോഗം ഏതാ ഭാഗം ഓർമ്മയുണ്ടോ? പറയൂ. സന്യാസ കർമ്മയോഗശ്ച നിശ്രേയസകരാവുഭൗ തയോസ്തു കർമ്മസന്യാസാത് കർമ്മയോഗോ വിശിഷ്യ. ശിഷ്യത്തെ മിടുക്കി. നന്നായി ഉത്തരം പറഞ്ഞു അതിന്. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ ടഫായിട്ടുള്ള, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 5ാമത്തെ ചോദ്യം വരട്ടെ. മഹാശനോ മഹാപാപ്മ എന്ന് ഭഗവത്ഗീത വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനെയാണ്? ഓപ്ഷൻ എ കാമം ക്രോധം, ഓപ്ഷൻ ബി ലോഭം മോഹം, ഓപ്ഷൻ സി മദം മാത്സര്യം, ഓപ്ഷൻ ഡി ധർമ്മം അർത്ഥം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. കാമം ക്രോധം മഹാശനോ മഹാപാപ. ലോഭം കാരണമാണ് അത് മഹാപാപമാകും. അപ്പോൾ ലോഭം കാരണമാണ് ദുര്യോധനാദികൾ യുദ്ധം ചെയ്യുന്നത്. വേഗം പറയൂ. ഓപ്ഷൻ ബി ലോഭം മോഹം. ഓപ്ഷൻ ബി ലോഭം മോഹം. ധൈര്യപൂർവ്വം ലോക്കിയാമോ? സമയം കുറച്ചും കൂടി ഉണ്ട്, വേണമെങ്കിൽ ആലോചിച്ചോളൂ. മഹാശനോ മഹാപാപ്മ ഭഗവത്ഗീതയിലെ കൃത്യമായ വരികൾ വേണം ലോക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ ബി. ശരിയായിരിക്കോ? ഭഗവത്ഗീത വരികളിലൂടെ കടന്നു പോണം. നോക്കാം ഏതായിരിക്കുമെന്ന്. ഉത്തരം തെറ്റാണ്. ആ ഭാഗം ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കാമം ക്രോധം. എനിക്ക് സംശയം ഉണ്ടായിരുന്നു, കാമം ക്രോധാണോ അതോ ലോഭം മോഹം. നോക്കാം ശരിയായ ഉത്തരം ഏതാന്ന് ആർക്കെങ്കിലും അറിയോ? ഞാൻ ആലോചിച്ച് നോക്കട്ടെ. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാപ്മാ വിദ്ധ്യേനമിഹ വൈരിണം. അപ്പൊ ഏതാ ഉത്തരം? കാമം ക്രോധം. എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. പോട്ടെ, സാരില്ല. വിദ്ധ്യേനമിഹ വൈരിണം എന്ന് കൃത്യമായി ഭഗവത്ഗീത പറയുന്നു. കാമം ക്രോധം, അതാണ് ശരി ഉത്തരം. പോട്ടെ, 10 മാർക്കല്ലേ പോയുള്ളൂ. നമുക്ക് 5 ചോദ്യങ്ങളിൽ നിന്നും 40 മാർക്ക് കിട്ടിയിരിക്കും. നമ്മളുടെ അടുത്ത ചോദ്യം. ഭഗവത്ഗീത ക്ഷേത്രക്ഷേത്രജ്ഞ വിഭാഗയോഗം അനുസരിച്ച് സൂര്യൻ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ ക്ഷേത്രം മുഴുവൻ പ്രകാശിപ്പിക്കുന്നവൻ ആരാണ്? ഇന്ദ്രൻ, അഗ്നി, ക്ഷേത്രി, പഞ്ചഭൂതങ്ങൾ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി ക്ഷേത്രി. പഞ്ചഭൂതങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ? ക്ഷേത്രിയാണ്. ക്ഷേത്രിയാണ്. ധൈര്യപൂർവം. അപ്പോ നമ്മൾ ലോക്ക് ചെയ്യുന്നു ഓപ്ഷൻ സി ക്ഷേത്രി. ഈ ക്ഷേത്രത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ക്ഷേത്രി. സൂര്യൻ ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തെ പ്രകാശിപ്പിക്കുന്നത് ആരായിരിക്കുമെന്ന് നമുക്കറിയാം. ഉത്തരം ശരിയാണ്, ക്ഷേത്രി. വളരെ കൃത്യമായി ഭഗവത്ഗീത വരികളിലൂടെ നമ്മൾ കടന്നുപോയിരിക്കുന്നു. 2 ടീമിനും കൃത്യമായി നിങ്ങളുടെ പക്ഷം ഉണ്ടായിരുന്നു, ഭഗവത്ഗീത പക്ഷം ഉണ്ടായിരുന്നു. 2 പേരും നന്നായി മത്സരിച്ചു. മാർക്കിനേക്കാൾ നിങ്ങൾ എന്ത് ഭംഗിയായിട്ടാണ് ഭഗവത്ഗീത പഠിച്ചത്. നിങ്ങൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ എത്ര രസമായിട്ടാണ് മനനം ചെയ്തത്. അപ്പൊ നമ്മൾ മാർക്കിന്റെ ആകുലതയിൽ പെടരുത്, അല്ലേ? നമുക്ക് ആത്മവിശ്വാസമല്ലേ, നീ ജയിച്ചാലും തോറ്റാലും നീ നിന്റെ കർമ്മം ചെയ്യൂ, അല്ലേ? ഇതല്ലേ ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസമാണ് ഭഗവത്ഗീത പഠിക്കുന്ന, ഇത് കേൾക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് നമ്മൾ പകരുന്നത്.